ബാക്ക് ടു dakzone ബ്ലോഗ്. ഇന്ന് നമ്മൾ ഒരു ടീ ഷോപ്പിലേക്ക് കയറുന്ന ഒരു ഇതാണ് ചിത്രീകരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ടീ എസ്റ്റേറ്റിലെ ഫാക്ടറിയും കാര്യങ്ങളൊക്കെ ഒന്ന് പുറത്തുനിന്ന് കാണാം. ഉള്ളൊക്കെ ബിസ്ക്കറ്റ് സ്ഥലം അവിടെ അല്ലാന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ചായ കുടിച്ച് പോകാം. നമുക്ക് നോക്കാം. ശരി. ഇതൊരു ടീ എസ്റ്റേറ്റിന് നടുവിലുള്ള ഒരു കരോളിംഗ് ടീ ഷോപ്പാണിത്. അവിടെ പിന്നെ നല്ല ടീയൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന പോണ വഴിക്ക് ഒന്ന് കണ്ട ടീ എസ്റ്റേറ്റാണിത്. നമുക്ക് ഇതൊക്കെ പഴയ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ കയ്യൊപ്പുകളായിരിക്കാം ഇതൊക്കെ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഒരു SBI ATM ഒക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ നല്ല ടീ ഫാക്ടറിൻ്റെ ബാക്കാണ് ടീ ഫാക്ടറി. അതാ നല്ല വണ്ടികളൊക്കെ വന്നിങ്ങനെ നിൽക്കുന്നു. നല്ല മനോഹരമായ സ്ഥലം. പോണ വഴിക്ക് ചിത്രീകരിച്ച ഒരു രംഗമാണിത്. SBIയുടെ ഒരു ATM ഒക്കെ ഇവിടെ ഉണ്ട്. എനിക്ക് തോന്നുന്നത് പഴയ കാലത്തെ ടീ ഷോപ്പായിരിക്കാം. ഇവിടെ ഒരു ടീ ബ്രേക്കൊക്കെ കാണുന്നുണ്ട്. ചായ ഉണ്ടോ? നമുക്ക് ടീ കുടിച്ചിട്ട് പോവാം. ഇവിടെ നിന്നൊരു ടീ കുടിച്ചിട്ട് പോവാം. ഇതെടുത്താ ബാബു ഇത് തൊട്ട് നിൽക്കതാബോ. അതിന്റെ ചവിട്ടില്ല, ചെടിന്റെ ചവിട്ടില്ല. നമ്മളോട് വന്നിട്ട് വരും. ഇതൊരു ടീ ഫാക്ടറിയാണ്. ഇത് മട്ടൻ കളറും ചേർക്കല്ലേ. അവിടെ എന്തെന്ന് വെച്ചിരിക്കണേ ഈ പൂവ് നല്ല രസമുണ്ട്. എൻ്റെ സാറ് ചായല്ല, അവിടെ ടീ ഫാക്ടറിന്ന് ഉണ്ടാക്കിയതാണ്. ഇപ്പം എനിക്ക് വേണ്ടോ? ചായ വേണ്ട. ഇപ്പൊ എനിക്ക് വേണ്ട ചായ. മൗണ്ടൻ ഡ്യൂ വാങ്ങിച്ചത്. മൗണ്ടൻ ഡ്യൂ എടുത്തു. മൗണ്ടൻ ഡ്യൂ മെറിൻഡ ഒരു മെറിൻഡ പെപ്സി എടുക്കാം. പെപ്സി പെപ്സിയാ പിന്നെ മെറിൻഡ. നിങ്ങൾ രണ്ടെണ്ണം ഷെയർ ചെയ്താൽ മതി.
ഇനി ഒന്നും എടുക്കാം മിരണ്ട ഇനി എടുക്കാം മിരണ്ട എടുക്കാം ഇനി ഒരു മിരണ്ട എടുക്കാം ഞങ്ങൾ പോണ വഴിക്ക് ടി എസ്റ്റേറ്റിൻ്റെ ഒരു കാപ്പിത്തോട്ടത്തിൽ ചായ കുടിക്കുകയാണ്. ഇവിടുന്ന് ഒരു പഴംപൊരി നമ്മൾ നാട്ടിൽ കിട്ടുന്ന പോലെയുള്ള ഒരു പഴംപൊരി ചൂടില്ല. ഞാൻ ഏലക്കട്ടിയാണ് ഓർഡർ ചെയ്തത്. ഏലക്കട്ടി ഇവിടുത്തെ കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല നല്ല അടുപ്പം. യാത്രയ്ക്ക് ഇടയിൽ ഈ ബ്രേക്ക് നല്ല എൻജോയ് ചെയ്യാം. എന്നാൽ കാറിൽ മാത്രം ഇരുന്നിട്ട് ഏതായാലും ഞാൻ ചായ കുടിച്ചിട്ട് എനിക്ക് വേണ്ട. കുടിച്ചു അങ്ങനെ ചായ കുടിച്ചത് എനിക്ക് അങ്ങനത്തെ ഇപ്പോൾ വേണം. കുടിച്ചിട്ട് എന്തായിരുന്നു അങ്ങനെ ജസ്റ്റ് പോരാ അതിൻ്റെ അടുത്തേക്ക് പോകണ ഞാൻ വിട്ടിക്കാണ് ഈ കാറിൻ്റെ ഒപ്പം തന്നെ. അവ ചോട്ടിയില്ല അതെന്താണ് പറ്റിയത്? ഇവിടെ പൊട്ടിക്ക ഇവിടെ ആണ്ടി നിങ്ങളെ പൊട്ടി ഇവിടെ നന്നായിട്ട് പൊട്ടിക്കണം. അതുകൊണ്ടാണ് കുറച്ച് പണി നല്ല ഉള്ളിലായിട്ടുള്ളവരില്ല. അങ്ങനെ സുഖമുണ്ട്, അങ്ങനെ കാഴ്ചയൊക്കെ ഉണ്ട്. പക്ഷെ അടുത്ത് രസം ഇവിടെ നിൽക്കുന്നുണ്ട്. പോവാണ് ഓക്കെ. കാറിലിരിക്കാൻ ഞാൻ ഇവിടുന്ന് പാരീസിൻ്റെ ഒരു കിലോ ചായപ്പൊടി ഡസ്റ്റാണ് 150 രൂപയാണ് വില. നമ്മുടെ നാട്ടിലെ എത്രയാണെന്ന് എനിക്കറിയില്ല. നമ്മൾ വാങ്ങി. ഇനി ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്. ചായ കുടിച്ചു, നല്ല ടീ ഇതൊക്കെ. അധികം വിലയൊന്നുമില്ല യഥാർത്ഥത്തിൽ. പഴയ ഇതമ്മ വീട്ടിൽ കൊടുക്കാൻ പഴയ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ അവശേഷിപ്പുകളാണ് ഈ കാണുന്നതൊക്കെ എന്നുള്ള നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും. പിടിക്ക എന്നിട്ട് പിടിക്കുക, അത് കേടെത്താം. എന്നിട്ട് പിടി. വെച്ചാ
അങ്ങനെ ഈ ടീ ഷോപ്പിൽ നിന്ന് ചായ കുടിച്ച് കണ്ടോ, വളരെ അപൂർവതരം പൂവുകൾ അല്ലേ, നമ്മുടെ നാട്ടിലൊന്നും കാണുമല്ലോ എത്ര വലിയ പൂവുകളൊക്കെ വലിപ്പം ഭയങ്കര വലുതാണ്, ഭയങ്കര വലിയ പൂവുകളാണ്. ഈ കാലാവസ്ഥ കൊണ്ടാണ് നമ്മൾ വിചാരിക്കും നമ്മുടെ നാട്ടിലിത് ഉണ്ടാവും, നമ്മുടെ നാട്ടിലുണ്ടാവില്ല. തണുപ്പ് കാലാവസ്ഥയിലാണ് പൂവുകൾ ഇങ്ങനെ ഉണ്ടാവുക. ഏതായാലും അടുത്ത ഭാഗമായി കാണാം. നമുക്ക് കേട്ടോ. കോഫി കുടിച്ചിട്ട് ആൾ നിൽക്കണമ്മ. Best view ever. ഈ ചാഴക്കാട് നിന്നും ഞങ്ങൾ പോവുകയാണ്. ഈ പ്രാവശ്യത്തെ വ്ളോഗ്, ഈ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു പുതിയ വ്ളോഗുമായി വീണ്ടും കാണുമായിരിക്കും. നന്ദി, നമസ്കാരം.